നിങ്ങൾ ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്താൻ ഇനിയും 2-3 മണിക്കൂർ വേണം. ഫോണിലേക്ക് നോക്കിയപ്പോൾ ആകെ 20% ചാർജ് ബാക്കിയുള്ളൂ. ചാർജ് ചെയ്യാനാണെങ്കിൽ യാതൊരു മാർഗവുമില്ല. എന്തായിരിക്കും നിങ്ങൾ അപ്പോൾ ചെയ്യുക? എല്ലാ ആപ്പും തുറന്നു വെച്ച് വീഡിയോയും കണ്ട് ചാർജ് ബാക്കിയും കൂടി തീർക്കുമോ? ഇല്ലല്ലോ. ആവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ച് കുറച്ചു നേരം ഫോണൊന്ന് മാറ്റിയൊക്കെ വെച്ച് ബാക്കി യാത്രക്കായി മാക്സിമം ബാറ്ററി സേവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കില്ലേ? അത് തന്നെയാണ് നാച്ചുറൽ, അത് തന്നെയാണ് ലോജിക്കൽ. പക്ഷെ പൈസയുടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ പലപ്പോഴും കുറെ അധികം ആൾക്കാരെ ഇങ്ങനെ ഒന്നും ചിന്തിക്കാറില്ല, പൈസ ശരിയായി സേവ് ചെയ്യാറില്ല. ഹായ്, ഞാൻ നിങ്ങളുടെ ആശാൻ ഷാരിഖ് ഷംസുദ്ദീൻ. പേഴ്സണൽ ഫൈനാൻസിനെ പറ്റി മുഴുവനായി പഠിക്കുന്ന ഈ സീരീസിലേക്ക്, സേവിങ്സ് എന്ന പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിന്റെ 3ാമത്തെ പില്ലറിനെ പറ്റി എല്ലാം തന്നെ പഠിക്കുന്ന ഈ സീരീസിലെ 5ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴത്തെ പോലെ ഈ ലേണിംഗ് സീരീസിനെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ക്ലാസ്സുകളും മുഴുവനായി കാണുക. നമുക്ക് പണത്തെ പേടിക്കാതെ ജീവിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന എല്ലാ വിഷയങ്ങളും ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴേക്കും സേവിങ്സിന് അറൗണ്ട് എല്ലാ കാര്യങ്ങളെയും പറ്റി വ്യക്തമായ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് അതിശക്തമായ ഉറപ്പുണ്ട്. അപ്പൊ എല്ലാവരും ക്ലാസ് മുഴുവനായി ശ്രദ്ധിച്ച് തന്നെ കാണുക. ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ താഴെ കമന്റ് സെക്ഷനിൽ പോയിട്ട് പ്രസന്റ് എന്ന് കമന്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ക്ലാസ്സിൽ കാണിക്കുന്ന പ്രസന്റേഷനും ഇതിൽ കാണിക്കുന്ന ടൂൾസിലേക്കുള്ള ആക്സസും കിട്ടാൻ താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. അങ്ങനെ അതെല്ലാം ഡൗൺലോഡ് ചെയ്ത് എല്ലാം കണ്ട് പഠിച്ച് ഏറ്റവും നന്നായി പഠിക്കുന്നവരാണ് നമ്മൾ ആദ്യം അനൗൺസ് ചെയ്ത പോലെയുള്ള ഗിവ് അവേക്ക് എലിജിബിൾ ആവുക. അപ്പോൾ the name is ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു പേഴ്സണൽ ഫൈനാൻസ് A to Z by മാർക്കറ്റ് ഫീഡ്. എല്ലാവരെയും പണത്തെ പറ്റി പഠിപ്പിച്ച് ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ഈ ഒരു ലേണിംഗ് സീരീസ് ചെയ്യുന്നതും ഈ ചാനലിലെ ഒട്ടുമിക്ക എല്ലാ വീഡിയോസും നമ്മൾ ചെയ്യുന്നതും. പക്ഷേ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള യാത്ര പഠനം കൊണ്ട് മാത്രം തീരുന്നില്ല. അതിലേക്ക് എത്താനുള്ള യാത്രയിൽ നിങ്ങൾക്ക് പല ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സും സർവീസസും ആവശ്യമുണ്ടാകും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ട്രാൻസ്പെറന്റ് ആയിട്ട് എത്തിക്സോട് കൂടി മിസ്സെല്ലിംഗ് ഇല്ലാതെ മലയാളം കസ്റ്റമർ സർവീസോട് കൂടി തരാനായിട്ട് ഞാൻ റൺ ചെയ്യുന്ന എന്റെ കമ്പനിയാണ് മാർക്കറ്റ് ഫീഡ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗും സ്റ്റോക്ക് ഇൻവെസ്റ്റിംഗും ആൽഗോ ട്രേഡിംഗും പോലുള്ള സർവീസുകൾ ഇന്ന് നമ്മുടെ കമ്പനി തരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഓഫറിങ്ങിനെയും ഞങ്ങൾ പാർട്ട്ണർ ചെയ്തിട്ടുള്ള കമ്പനികളുടെ സർവീസസിനെയും പറ്റി കൂടുതൽ മനസ്സിലാക്കാനും ജോയിൻ ചെയ്യാനുമായി താഴെയുള്ള ലിങ്ക് സന്ദർശിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് സേവിങ്സ് എന്നുള്ളതാണ്. വാട്ട് ഈസ് സേവിങ്സ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണെങ്കിലും ഈ സേവിങ്സിന്റെ അർത്ഥം പലപ്പോഴും ആൾക്കാർക്ക് തെറ്റിപ്പോകാറുണ്ട്. അപ്പൊ ആദ്യം തന്നെ അതൊന്ന് വിശദമായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് ജീവിതത്തിൽ മുന്നിലേക്ക് വരാൻ സാധ്യതയുള്ള അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നതിനെയാണ് സേവിങ്സ് എന്ന് പറയുന്നത്. അതായത് വലിയ ലാഭം ഉണ്ടാക്കുന്നതോ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതോ അല്ല സേവിങ്സിന്റെ ലക്ഷ്യം. എന്നാൽ ജീവിതം നടന്നു പോകുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള അത്യാവശ്യങ്ങൾക്ക് ഒരു കൈത്താങ് ആവുക എന്നുള്ളതാണ്. ഞാൻ കുറച്ച് സന്ദർഭങ്ങൾ പറയാം. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുവെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും വിഷ്വലൈസ് ചെയ്ത് നോക്കണം. ഫോൺ ഒന്ന് താഴെ വീണ് ഡിസ്പ്ലേ പൊട്ടി, അത് നന്നാക്കണം. അത്യാവശ്യമായി ഒരു ഫ്ലൈറ്റ് എടുത്ത് നാട്ടിൽ പോകണം. അല്ലെങ്കിൽ ശമ്പളം വരാൻ വിചാരിച്ചതിലും ഒന്നോ രണ്ടോ ദിവസം ഒന്ന് വൈകിപ്പോയി. അല്ലെങ്കിൽ വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയി. വളരെ സാധാരണമായി എന്നാൽ അപ്രതീക്ഷിതമായി ആരുടെ ജീവിതത്തിലും സംഭവിച്ചേക്കാവുന്ന കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമല്ലേ ഞാൻ ഇവിടെ പറഞ്ഞുള്ളൂ. എന്നാൽ ഇതൊക്കെ വിഷ്വലൈസ് ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു പേടി തോന്നിയോ? പേടിച്ചെങ്കിൽ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നിങ്ങൾക്കൊരു കൈത്താങ് ആവലാണ് സേവിങ്സിന്റെ ജോലി. ജീവിതത്തിൽ സേവിങ്സ് ഉണ്ട് എങ്കിൽ ഒരു ടെൻഷനും അടിക്കാതെ ആ പൈസ വെച്ച് ഈ എമർജൻസീസിനെ നമുക്ക് നേരിടാൻ പറ്റും. എന്നാൽ സേവിങ്സ് ഇല്ലാത്തപ്പോഴാണ് മനസ്സമാധാനം പോകുന്നതും പേടിക്കുന്നതും. പലപ്പോഴും ആൾക്കാര് കടമെടുത്ത് കടക്കിണിയിലേക്ക് പോകുന്നത്. അതായത് സേവിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു എക്സ്ട്രാ കോൺഫിഡൻസും സമാധാനവും കിട്ടും. കടക്കിണിയിൽ പെടാതെ ഇരിക്കാൻ പറ്റും. അങ്ങനെ വലിയ ഡിസ്റപ്ഷൻ ഒന്നും ഇല്ലാതെ ഫൈനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള ജേർണി നമുക്ക് പ്ലാൻ ചെയ്ത് അവിടേക്ക് എത്താൻ പറ്റും. ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ ശരിക്കും ഇന്നത്തെ ജീവിതത്തെ നന്നാക്കാനുള്ള ബേസിക് 2 കാര്യങ്ങൾ വരുമാനവും ചിലവും മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം വരുന്ന ഫ്യൂച്ചർ പ്ലാനിങ്ങിലെ ആദ്യത്തെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഈ സേവിങ്സ് എന്ന് പറയുന്ന സംഭവം. അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മളിപ്പോൾ വ്യക്തമായി പഠിച്ചത്. അപ്പൊ സേവിങ്സ് എന്താണെന്നും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും മനസ്സിലായെന്നും വ്യക്തമായി അത് അകത്തേക്ക് കയറിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വേറെ എന്തും നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഒരു കൺഫ്യൂഷൻ എനിക്ക് ക്ലിയർ ചെയ്യണം.
ഇത് പലപ്പോഴും പലരിലും കണ്ടുവരുന്ന ഒരു സംഭവമാണ്. അതായത് പലർക്കും ഇന്നും സേവിങ്ങും ഇൻവെസ്റ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. പലരും ഇത് രണ്ടും ഒന്നാണെന്ന് പോലും വിചാരിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിന്റെ പില്ലേഴ്സ് ഇതാ എടുത്തു നോക്കിയേ. ഇവിടെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് സേവിങ്സ് വേറെയാണെന്നും ഇൻവെസ്റ്റിംഗ് വേറെയാണെന്നും. സേവിങ്സ് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിന് ഒരു കൈത്താങ് തരുമ്പോൾ ഇൻവെസ്റ്റിംഗ് നമ്മളുടെ ഫ്യൂച്ചർ ഗോൾസ് അച്ചീവ് ചെയ്യാനും വെൽത്ത് ബിൽഡ് ചെയ്യാനും റിട്ടയർമെന്റിലേക്ക് എത്താനും സഹായിക്കുന്നു. അതായത് സ്ഥലം വാങ്ങിയിടുന്നതോ കുറെ സ്റ്റോക്സ് വാങ്ങി വെക്കുന്നതോ ഒന്നും സേവിങ്സ് അല്ല. സേവിങ്സ് എപ്പോഴും സേഫ് ആയിരിക്കണം, പെട്ടെന്ന് ആക്സസിബിൾ ആകണം. രണ്ടും പൈസ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് കൊണ്ടായിരിക്കും പലർക്കും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഇപ്പൊ എന്തായാലും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ സേവിങ്സ് എന്താണെന്നും അതിന്റെ ഇമ്പോർട്ടൻസും അത് ഇൻവെസ്റ്റിംഗിൽ നിന്ന് വ്യത്യസ്തവുമാണ് എന്ന് പഠിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് എത്ര പൈസ സേവ് ചെയ്യണം എന്ന് പഠിക്കാം. ഹൗ മച്ച് മണി ടു സേവ്. ഹൗ മച്ച് ടു സേവ് എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും വരുമാനത്തിൽ നിന്ന് ഒരു 10% അല്ലെങ്കിൽ 20% എല്ലാ മാസവും സേവിങ്ങിലേക്ക് മാറ്റി വെക്കണമെന്ന്. ഇത് ശരിക്കും ഒട്ടും ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. കുറെ കൂടി നന്നായി കറക്റ്റായി നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞു തരാം. അതായത് വരുമാനത്തിന്റെ ഒരു പെർസെന്റേജ് സേവ് ചെയ്യണമെന്ന് ചിന്തിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സേഫ്റ്റി തരുന്ന ഒരു എമൗണ്ട്, ആ എമൗണ്ട് സേവ് ചെയ്ത് ഉണ്ടാക്കണം എന്നായിരിക്കണം എല്ലാവരും ചിന്തിക്കേണ്ടത്. ആ കൃത്യം തുക ഉണ്ടാക്കി കഴിഞ്ഞാല് നമ്മൾക്ക് പേടികളൊക്കെ മാറ്റിവെച്ച് ഇന്നത്തെ ജീവിതം അടിപൊളിയായി സമാധാനത്തിൽ കോൺഫിഡൻസോട് കൂടി ജീവിക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ ഒരു എമൗണ്ടിനെയാണ് എമർജൻസി ഫണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ എത്ര സേവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഈ എമൗണ്ട് ഉണ്ടാക്കുന്നത് വരെ സേവ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ ആൻസർ. ഈ എമൗണ്ട് സെറ്റ് ആയി കഴിഞ്ഞാല് പിന്നെ സേവ് ചെയ്യണ്ട. ഇത് എപ്പോഴെങ്കിലും ഉപയോഗിക്കപ്പെട്ടാൽ അപ്പൊ പിന്നെയും സേവ് ചെയ്ത് ടോപ്പ് അപ്പ് ചെയ്താൽ മാത്രം മതി. ഒരു അനാലജി തരാനാണെങ്കിൽ വണ്ടികൾക്ക് ഷോക്ക് അബ്സോർബർ ഉണ്ട്. അത്യാവശ്യം കുഴിയുടെ മുകളിലൂടെ ഓടിയാലും വണ്ടിക്ക് വലിയ കേടുപാട് വരാത്ത രീതിയിൽ, ഉള്ളിലിരിക്കുന്ന യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ വരാത്ത രീതിയിൽ ഈ ഷോക്ക് അബ്സോർബേഴ്സ് ആ കുഴികളെയൊക്കെ അബ്സോർബ് അല്ലെങ്കിൽ വലിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ ജീവിതത്തിലെ ഒരു ഷോക്ക് അബ്സോർബർ ആണ് ഈ എമർജൻസി ഫണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ചോദ്യം ഈ എമർജൻസി ഫണ്ട് എത്ര ആയിരിക്കണം എന്നുള്ളതായിരിക്കും. നല്ല ചോദ്യമാണ്. അതാണ് നിങ്ങൾ പഠിക്കേണ്ടതും. അതായത് ആ എമൗണ്ട് ആണ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടത്. ശരിക്കും ഇത് ഓരോരുത്തർക്കും പലതായിരിക്കും. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വെച്ച് ഇത് ഡിഫറെന്റ് എമൗണ്ട് ആയിരിക്കും. എന്നാലും എല്ലാവർക്കും ഈസിലി അവരുടെ എമർജൻസി ഫണ്ട് എത്ര ആയിരിക്കണം എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. നമ്മൾക്ക് ഈ കാൽക്കുലേഷൻ ആവശ്യമുള്ള കാര്യങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളുടെ ജീവിതത്തിലെ മാറ്റിവെക്കാനാവാത്ത ചിലവുകൾ. ഇതിനു വേണ്ടി നമ്മളുടെ എക്സ്പെൻസസ് ടേബിളിലെ 2 ലൈനാണ് ഇവിടെ നമുക്ക് ആവശ്യം വരിക. കൺസംഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് എക്സ്പെൻസസ്. കൺസംഷൻ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കാനാവാത്ത ലിവിംഗ് കോസ്റ്റ്. അതിൽ വാടകയും കറണ്ട് ബില്ലും ഭക്ഷണത്തിനുള്ള പൈസയും കുട്ടികളുടെ സ്കൂൾ ഫീസും എല്ലാം ഉൾപ്പെടും. അടുത്തത് കമ്മിറ്റ്മെന്റ് എക്സ്പെൻസസ്. അത് നമ്മൾക്ക് എന്തായാലും ജീവിതത്തിൽ മാറ്റിവെക്കാനാവാത്ത പൈസയുടെ കമ്മിറ്റ്മെന്റുകളാണ്, ആവശ്യങ്ങളാണ്. ഉദാഹരണത്തിന് നമ്മളുടെ വീടിന്റെ EMI, വീട്ടിലേക്ക് അയച്ചു കൊടുക്കേണ്ട പൈസ, ഇതൊക്കെ ഇതിലാണ് പെടുക. ഇതെല്ലാം നിങ്ങൾ മറന്നിട്ടില്ല, നമ്മുടെ എക്സ്പെൻസസ് ക്ലാസ്സിൽ നിന്ന് മറന്നിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ 2 നമ്പറിനെയും ഒരുമിച്ചെടുത്ത് നമ്മൾക്ക് എസെൻഷ്യൽ എക്സ്പെൻസസ് എന്ന് വിളിക്കാം. അപ്പോൾ ജീവിതത്തെ ഓടിക്കാൻ നമ്മൾക്ക് എന്തായാലും വേണ്ടി വരുന്ന ചിലവുകളാണ് ഇതൊക്കെ. ഈ ചിലവുകൾക്ക് ചുറ്റുമായിരിക്കണം നമ്മൾ എമർജൻസി ഫണ്ടും സേവിങ്ങും പ്ലാൻ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളുടെ വരുമാനത്തിന്റെ പുറത്തോ എനിക്ക് ഇത്ര സേവ് ചെയ്യണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്തോ ആയിരിക്കരുത്. ഈ നമ്പർ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് എമർജൻസി ഫണ്ട് എത്ര വേണമെന്ന് കണ്ടുപിടിക്കാം. അതിന്റെ ഫോർമുല ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. നിങ്ങൾക്ക് സ്റ്റേബിൾ ആയ ഒരു ജോലി ഉണ്ടെങ്കിൽ, അതിൽ നിന്ന് സ്റ്റേബിൾ ആയ വരുമാനം ഉണ്ട് എങ്കിൽ, നിങ്ങളുടെ എസെൻഷ്യൽ എക്സ്പെൻസസിന്റെ 3 ഇരട്ടി ആയിരിക്കണം നിങ്ങളുടെ എമർജൻസി ഫണ്ട്. നിങ്ങളുടെ വരുമാനത്തിന്റെ സ്ഥിരതയെ പറ്റി പേടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് ജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, എസെൻഷ്യൽ എക്സ്പെൻസസിന്റെ 6 ഇരട്ടി ആയിരിക്കണം നിങ്ങളുടെ എമർജൻസി ഫണ്ട്. ഇനി ഇത് രണ്ടും ഉണ്ടെങ്കിലോ, അതായത് വരുമാനത്തിനെ പറ്റി ഒരു പേടിയും അതിന്റെ കൂടെ ജീവിതത്തിൽ ഡിപ്പെൻഡൻസും ഉണ്ട് എങ്കിൽ, എസെൻഷ്യൽ എക്സ്പെൻസസിന്റെ 12 ഇരട്ടി ആയിരിക്കണം നിങ്ങളുടെ എമർജൻസി ഫണ്ട്. സിമ്പിൾ അല്ലേ? അതായത് ലോജിക്ക് വളരെ ഈസിയാണ്. നമുക്ക് സാധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള ചിലവിന്റെ തന്നെ പല ഇരട്ടി പൈസ അങ്ങ് സേവ് ചെയ്ത് മാറ്റിവെക്കും. അപ്പൊ ഏറെക്കുറെ ജീവിതത്തിൽ എന്ത് എമർജൻസീസ് വന്നാലും അതിൽ നിന്ന് നമുക്ക് എടുത്തു പോകാമല്ലോ. ഇവിടെ പറഞ്ഞ ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സാഹചര്യം വെച്ചിട്ട് ഇതിൽ കൂടുതൽ വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ എമൗണ്ട് തന്നെ സേവ് ചെയ്യുക. അപ്പൊ ഫോർമുല കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ നിങ്ങളുടെ എമർജൻസി ഫണ്ട് എത്രയായിരിക്കണം എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. എമൗണ്ട് എത്ര വരുന്നുണ്ട്? കണ്ടിട്ട് കുറച്ചൊന്ന് പേടിച്ചോ? കുറച്ചൊക്കെ പേടിച്ചോ? ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഇതാണ് റിയാലിറ്റി എന്ന് മനസ്സിലാക്കണം. ഈ എമൗണ്ട് നിങ്ങളുടെ വേറൊരു ബാങ്ക് അക്കൗണ്ടിൽ സേഫ് ആയി കിടക്കുന്നു എന്ന് കണ്ണടച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കിയേ.
വലിയൊരു സമാധാനം ജീവിതത്തിൽ ഫീൽ ചെയ്യുന്നില്ലേ? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ സേവിങ്സ് തരുന്ന പവറും കോൺഫിഡൻസും. അപ്പൊ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഈ എമൗണ്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ സേവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എപ്പോഴെങ്കിലും ഉപയോഗിക്കപ്പെട്ടാൽ, അതായത് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നിങ്ങൾ ഉപയോഗിച്ചാല് അപ്പോ ഇതിനെ പിന്നെയും പൈസ സേവ് ചെയ്ത് ടോപ്പ് അപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ എന്തായാലും എത്ര രൂപ സേവ് ചെയ്യണം എന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എവിടെയാണ് പൈസ സേവ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. വെയർ ടു സേവ് മണി. എമർജൻസി ഫണ്ടിന്റെ മെയിൻ ഡ്യൂട്ടി എന്താ? അതിനെ നമ്മൾക്ക് വേണ്ടപ്പോൾ ഒറ്റ വിളിയിൽ കയ്യിലേക്ക് എത്തണം. അപ്പൊ സേഫ് ആയിട്ടുള്ള, അധികം റിട്ടേൺസിന് പിന്നിൽ പായാതെയുള്ള, എപ്പോഴും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ പൈസയെ സൂക്ഷിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യാം. നമ്മളുടെ മെയിൻ ബാങ്ക് അക്കൗണ്ടിൽ മറ്റ് പൈസയുടെ കൂടെ ഇതിനെ കുഴച്ചു മറിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. മിക്സ് ആയി പോയാൽ നമ്മൾ പോലും അറിയാതെ ആ പൈസ ചിലവായി പോകും. അപ്പൊ എമർജൻസി ഫണ്ട് എവിടെ സൂക്ഷിക്കാം എന്നുള്ളതിന് 2 ഓപ്ഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഒരു ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് തരുന്ന ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്. നമ്മൾ നേരത്തെ ബേസിക് ടൂൾ സെറ്റപ്പിൽ ഉണ്ടാക്കിയ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് അക്കൗണ്ടിനെ ഇതിന് നമുക്ക് ഉപയോഗിക്കാം. എപ്പോ വേണമെങ്കിലും പൈസ എടുക്കാം. സിമ്പിൾ ആണ്, കൺഫ്യൂഷൻസ് ഒന്നും തന്നെ ഇല്ല. ഈ അക്കൗണ്ടിൽ നെറ്റ് ബാങ്കിങ് ഓൺ ആക്കി അക്കൗണ്ട് ട്രാൻസ്ഫറിനായി നിങ്ങളുടെ മെയിൻ അക്കൗണ്ടിനെ ബെനിഫിഷ്യറി ആയി ആഡ് ചെയ്ത് വെക്കുക. UPI തീർച്ചയായിട്ടും ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ അനാവശ്യ ചെലവുകൾക്കൊന്നും ഉപയോഗിക്കപ്പെടാതിരിക്കാനും എന്നാൽ വേണ്ടപ്പോൾ തന്നെ മെയിൻ അക്കൗണ്ടിലേക്ക് എത്താനും ഈ പൈസ അപ്പോൾ റെഡി ആയിരിക്കും. അപ്പൊ പണം സേവ് ചെയ്ത് വെക്കാനുള്ള ആദ്യത്തെ ഇൻസ്ട്രുമെന്റ് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. FD. അതെ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. കേട്ട് നെറ്റേണ്ട ഒരു ആവശ്യവുമില്ല. അതായത് എമർജൻസി ഫണ്ട് FDയിൽ ഇടുന്നതിന് യാതൊരുവിധ തെറ്റുമില്ല. ഇൻഫാക്ട് അത് തന്നെയാണ് നല്ലത്. ബെറ്റർ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുകയും ചെയ്യും, സേഫുമാണ്, ആക്സസിബിളുമാണ്. ഓൾറെഡി നിങ്ങളുടെ എമർജൻസി ഫണ്ടിന്റെ എമൗണ്ട് ഫുള്ള് റെഡി ആയെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു പകുതിയെങ്കിലും ആയെങ്കിൽ മാത്രം FDയിലേക്ക് പൈസ ഇടുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. FD പൊട്ടിക്കുമ്പോൾ ചെറിയൊരു ഫൈൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, എന്നാലും സാരമില്ല, ഒരു വളരെ നല്ല ഓപ്ഷൻ തന്നെയാണ്. അപ്പൊ കൃത്യമായി മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. താല്പര്യമുണ്ട് എങ്കിൽ ക്യാഷായി വളരെ കുറച്ച് എമൗണ്ട് കൈവശം വെക്കാം. പക്ഷെ ഇന്നത്തെ ഓൺലൈൻ ബാങ്കിങ് ഇത്ര എളുപ്പമായ ലോകത്ത് അത് ചെയ്യുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ സെക്ഷൻ തീരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് എവിടെ സൂക്ഷിക്കണം എന്നുള്ളതിനേക്കാൾ പലപ്പോഴും എവിടെ സൂക്ഷിക്കരുത് എന്ന് പറയുമ്പോൾ ആയിരിക്കും എല്ലാവർക്കും കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിലല്ല, ലോങ് ടേം എക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലല്ല, ക്രിപ്റ്റോയിലല്ല, റിയൽ എസ്റ്റേറ്റിലല്ല, ലോക്കിനുള്ള ഒരു സ്കീമുകളിലുമല്ല, നേരത്തെ വിഡ്രോ ചെയ്താൽ വലിയ നഷ്ടങ്ങൾ വരുന്ന ഒരിടത്തുമല്ല ഈ എമർജൻസി ഫണ്ട് സൂക്ഷിക്കേണ്ടത്. സേവിങ്സിന് വേണ്ടി ഇപ്പൊ നമ്മൾ പഠിച്ചതുപോലെ ഈസിയായി എടുക്കാൻ പറ്റിയ ലോ റിസ്ക് ലോ റിട്ടേൺ ഉള്ള സ്ഥലങ്ങൾ തന്നെയാണ് നമ്മൾക്ക് വേണ്ടത്. അതായത് കീപ് ഇറ്റ് സേഫ്, കീപ് ഇറ്റ് സെപ്പറേറ്റ്, കീപ് ഇറ്റ് ആക്സസിബിൾ. അപ്പൊ എവിടെ സേവ് ചെയ്യണം എന്ന് പഠിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് എങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളത് പഠിക്കാം. ഹൗ ടു സേവ് മണി. ഇത്ര നേരം കേട്ടതെല്ലാം തിയറി ആണല്ലോ. ഇനിയാണ് ശരിക്കും പ്രാക്ടിക്കൽ വരുന്നത്. അതായത് സേവ് ചെയ്യാനുള്ള എമൗണ്ട് എങ്ങനെ പ്രാക്ടിക്കലി ജീവിതത്തിൽ കണ്ടെത്താം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3 കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിശക്തമായി സേവ് ചെയ്ത് എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം തന്നെ ശീലിക്കേണ്ടത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്ന സംഭവമാണ്. അതായത് മാസം തുടങ്ങുമ്പോൾ വരുമാനം വരുമ്പോൾ തന്നെ പൈസ മാറ്റി വെച്ച് തുടങ്ങുക. മാസാവസാനം വരെ കാത്തിരുന്ന് എത്ര പൈസ ബാക്കിയുണ്ടെന്ന് നോക്കി അതിനെ സേവ് ചെയ്യാമെന്ന് കരുതണ്ട. അത് മോസ്റ്റ്ലി നടക്കാറില്ല. അത് നല്ലൊരു ശീലവുമല്ല. ശമ്പളം അല്ലെങ്കിൽ വരുമാനം വരുമ്പോൾ അപ്പൊ തന്നെ അതിലെ ഒരു ഭാഗം എമർജൻസി ഫണ്ടിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുക. ജീവിതത്തിൽ സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ പോയിന്റ്, ജീവിതത്തിലെ പല വോൺസിന് വേണ്ടിയുള്ള എക്സ്പെൻസസും കുറച്ച് നാളത്തേക്ക് ഒന്ന് പോസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അങ്ങനെ ആ ലാഭിക്കുന്ന പൈസ പെട്ടെന്ന് തന്നെ സേവിങ്സിലേക്ക് മാറ്റി പെട്ടെന്ന് എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പിന്റെ ഒന്നുമില്ലെങ്കിലും ബഡ്ജറ്റെങ്കിലും കുറക്കാമല്ലോ. അല്ലെങ്കിൽ 10 തവണ മാസം പുറത്തു നിന്ന് കഴിക്കുന്നത് കുറച്ച് 2ലേക്കോ 3ലേക്കോ കൊണ്ടുവരാമല്ലോ. അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഒന്ന് നിർത്തിവെക്കാമല്ലോ. ശരിക്കും എക്സ്പെൻസസിനെ ഇങ്ങനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യുന്നതിന്റെ സ്പീഡ് ഒന്ന് കൂടും. വലിയൊരു തുകയാണെന്നിരിക്കെ പല തുള്ളി പെരുവെള്ളം എന്നൊരു മൈൻഡ് സെറ്റ് എന്തായാലും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പൊ ഇനി സേവിങ്സ് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന 3ാമത്തെ പോയിന്റ്, എക്സ്ട്രാ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ രൂപയും എമർജൻസി ഫണ്ടിലേക്ക് ആദ്യം ഇടണം എന്നുള്ളതാണ്. എന്ത് രീതിയിലും നിങ്ങൾക്ക് സ്ഥിരമായ സാലറിയുടെ പുറത്ത് പൈസ വന്നാൽ, അത് ബോണസ് ആയിക്കോട്ടെ, സൈഡ് ഹസിലിൽ നിന്ന് വരുന്ന എക്സ്ട്രാ കുറച്ച് പൈസ ആയിക്കോട്ടെ, ടാക്സ് റീഫണ്ട് ആയിക്കോട്ടെ, അതൊക്കെ നേരെ തന്നെ എമർജൻസി ഫണ്ടിലേക്ക് മാറ്റണം. നമ്മളുടെ റെഗുലർ പ്ലാനിങ്ങിന്റെ പുറത്തുള്ള ഒരു ഇൻകം ആയതുകൊണ്ട് അത് കുറെ കൂടി എളുപ്പത്തിൽ സേവിങ്സിലേക്ക് മാറ്റി വെക്കാൻ പറ്റും. അപ്പൊ കുറെ കൂടി പെട്ടെന്ന് നമ്മുടെ എമർജൻസി ഫണ്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൂടി മനസ്സിലായ സ്ഥിതിക്ക് ഈ 3 കാര്യങ്ങളും ചെയ്ത് എല്ലാവർക്കും ഉടനെ തന്നെ നിങ്ങളുടെ എമർജൻസി ഫണ്ട് ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ട സംഭവം, ഇത് ഉണ്ടാക്കുന്നതിലൂടെ തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറി തുടങ്ങുമെന്നുള്ളതാണ്.
അതായത് ആ എമൗണ്ട് എത്താൻ വേണ്ടി നിങ്ങൾ കാണിച്ച ഡ്രൈവ് ഇനി ജീവിതത്തിൽ ഉടനീളം ഒരു നല്ല ശീലമായി നിലനിൽക്കും. എമർജൻസി ഫണ്ട് സെറ്റ് ആയി കഴിഞ്ഞാൽ എക്സ്ട്രാ വരുന്ന പൈസ ഇനി നിങ്ങൾക്ക് ലോങ് ടേം ഇൻവെസ്റ്റിംഗിലേക്കും നാളത്തെ ഗോൾസിലേക്കും സ്കിൽസ് ബെറ്റർ ആക്കാനും പ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ ലൈഫ് സ്റ്റൈലിനെ അപ്ഗ്രേഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ ഹൗ ടു സേവ് കൂടി പഠിച്ച സ്ഥിതിക്ക് സേവിങ്സിനെ പറ്റി പഠിക്കുന്ന ഈ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. അതിശക്തമായി തന്നെ നിങ്ങൾക്ക് സേവിങ്സിനെ പറ്റി എല്ലാം തന്നെ വിശദമായി മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനി ഉടനെ തന്നെ എല്ലാ ക്ലാസ്സിന്റെയും അവസാനം നമ്മൾ ചെയ്യുന്ന ചെക്ക് ലിസ്റ്റുകൾ നോക്കിക്കൊണ്ട് നമുക്ക് ഈ ക്ലാസ് നിർത്താം. ആദ്യം തന്നെ നോളജ് നോക്കാം. സേവിങ്സിന് പേഴ്സണൽ ഫൈനാൻസ് മാനേജ്മെന്റിലുള്ള ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്നും അതിന് അറൗണ്ട് ഉള്ള കുറേയധികം ഫ്രെയിംവർക്സ് നമ്മൾ പഠിച്ചു. സേവിങ്സ് നമ്മളുടെ ഒരു ഫൈനാൻഷ്യൽ ഷോക്ക് അബ്സോർബർ ആണെന്ന് നമ്മൾ പഠിച്ചു. രണ്ടാമത് നമുക്ക് കോമൺ മിസ്റ്റേക്സ് നോക്കാം. ഇവിടെ മേജറായി കണ്ടുവരുന്നത് പലരും എത്ര രൂപ സേവ് ചെയ്യണമെന്ന ക്ലാരിറ്റി ഇല്ലാതെ അവസാനം സേവേ ചെയ്യാതിരിക്കുന്നതാണ്. അതുപോലെ വേറെ കണ്ടുവരുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് ആണ് പലരും സേവിങ്സ് ചെയ്യുന്നതിന് മുന്നേ ചാടി കയറി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അത്യാവശ്യം വരുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നമുക്ക് വിൽക്കേണ്ടി വരും. അങ്ങനെ ഫ്യൂച്ചർ ഗോൾസ് എത്താതെ വരും. മൂന്നാമത് നമുക്ക് സ്മാർട്ട് ഹാബിറ്റ്സ് നോക്കാം. എമർജൻസി ഫണ്ട് ബിൽഡും മെയിൻറ്റെയിനും ചെയ്യുന്നത് നിങ്ങളുടെ ഹയസ്റ്റ് പ്രയോറിറ്റി ആയി എപ്പോഴും എടുക്കുക. ജീവിതത്തിലെ ഏറ്റവും പ്രൗഡ് അസറ്റ് എമർജൻസി ഫണ്ട് ആണ് എന്ന് അതിശക്തമായി സ്വയം വിശ്വസിക്കുക. ഒരു രൂപ എക്സ്ട്രാ വരുമാനം വന്നാലോ അല്ലെങ്കിൽ ചിലവ് കുറച്ചോ എപ്പോഴും എമർജൻസി ഫണ്ട് എങ്ങനെ പെട്ടെന്ന് എത്താമെന്ന് എപ്പോഴും ചിന്തിക്കുക. അങ്ങനെ അത് ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. ജീവിതത്തിൽ അതിശക്തമായ ഒരു കോൺഫിഡൻസും പീസും കിട്ടും. അപ്പോൾ 4 അസൈൻമെന്റ്സ്, ഈ ക്ലാസിന്റെ അസൈൻമെന്റ് കൂടി തന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ എമർജൻസി ഫണ്ടിന്റെ എമൗണ്ട് കണ്ടെത്തുക. ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ അത് എത്ര നാളുകൾക്കുള്ളിൽ എത്താൻ പറ്റുമെന്നും ആ സ്പീഡ് എങ്ങനെ കൂട്ടാമെന്നുമുള്ള ഒരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കുക. അത് തന്നെയാണ് ഈ ക്ലാസിന്റെ അസൈൻമെന്റ്. അപ്പൊ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. എന്ത് തന്നെ ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. അടുത്ത ക്ലാസ് വരുന്ന വ്യാഴാഴ്ച ഇറങ്ങും. അപ്പോഴേക്കും എല്ലാവരും ഈ വിഷയം ഫുൾ പഠിച്ച് നോട്ട്സ് എഴുതി അസൈൻമെന്റ് ഒക്കെ ചെയ്ത് റെഡി ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിശക്തം.